നെക്സ്റ്റ് നമ്മൾ ജാവ പ്രോഗ്രാമിങ്ങിൽ ഒരു ഇൻപുട്ട് എങ്ങനെ കൊടുക്കാം, യൂസർ ഇൻപുട്ട് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതായത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യമായി ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ ഇമ്പോർട്ട് കീവേഡ് ഉപയോഗിച്ച് പാക്കേജിൻ്റെ പേര് java.util എന്നാണ് പാക്കേജിൻ്റെ പേര്. അതിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് സ്കാനർ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സാണ്. ഇതാണ് നമ്മൾ ഡാറ്റ ഇൻപുട്ടിന് വേണ്ടി, അതായത് യൂസർ ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഈ സ്കാനർ എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിലെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ സ്കാനർ എന്ന ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്കറിയാം ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ക്ലാസ് നെയിം കൊടുക്കുന്നു സ്കാനർ. സോ നമ്മൾ ഒബ്ജക്റ്റ് നെയിം ഇവിടെ എന്ന് കൊടുക്കുന്നു. നമ്മൾ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യുന്നത്. സോ ഈക്വൽ ടു നമ്മൾ ന്യൂ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കുന്നു സ്കാനർ. ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മളൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നു. system.in എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ആർഗ്യുമെൻ്റായി കൊടുക്കുന്നു. സോ ഇത് സൂചിപ്പിക്കുന്നത് system.in എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിനെയാണ്. അതായത് നമ്മൾ സാധാരണ ഒരു പ്രിൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ system.out എന്ന് ഉപയോഗിക്കുന്നു. ഈ system.out എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ system.in എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിനുള്ള ഒരു ഒബ്ജക്റ്റാണ്. അതുപോലെ system.out എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനുള്ള ഒരു ഒബ്ജക്റ്റാണ്. സോ ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എംപ്ലോയി ID, എംപ്ലോയി നെയിം നമുക്ക് യൂസർ ഇൻപുട്ടായി ചോദിക്കാം പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്. സോ നമ്മൾ ആദ്യമായി ഔട്ട് എൻ്റർ എംപ്ലോയി നെയിം. സോ എംപ്ലോയി നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സോ നമ്മളത് സ്ട്രിങ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വേരിയബിൾ നെയിം നമ്മൾ നെയിം എന്ന് കൊടുക്കുന്നു. സോ ഇതിലോട്ടാണ്, ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഒബ്ജക്റ്റ് നെയിം നെക്സ്റ്റ് ലൈൻ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതിനാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും നെക്സ്റ്റ് ഇൻ്റ് ആണെങ്കിൽ നമ്മൾ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ഫ്ലോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫ്ലോട്ട് ഉപയോഗിക്കേണ്ടി വരും. സോ നമ്മളിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്ട്രിങ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ എംപ്ലോയിയുടെ കോൺടാക്റ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. എൻ്റർ ഫോൺ നമ്പർ. ആ ഫോൺ നമ്പർ എന്ന് പറയുന്നത് നമ്പറാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. സോ നമ്മളിവിടെ ഇൻറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. ഈ ഡോട്ട് നെക്സ്റ്റ്. സോ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറയുന്ന ഈ മെത്തേഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എംപ്ലോയി നെയിം അതുപോലെ എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലോട്ടും അതുപോലെ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്തു. ഇനി നമുക്കിത് പ്രിൻറ്റ് ചെയ്യാം. ഔട്ട് നെയിം കൊടുത്ത ശേഷം നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കാം, നെയിം. അതുപോലെ നമ്പർ. ഔട്ട് നമ്മൾ ഫോൺ എന്ന് കൊടുത്ത ശേഷം നമ്മൾ ഫോൺ നമ്പർ സ്റ്റോർ ചെയ്ത് വേരിയബിൾ നെയിം കൊടുക്കാം, നമ്പർ. സോ ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മളോട് എംപ്ലോയി നെയിം ചോദിക്കുന്നു. ഞാനിവിടെ ജോൺ എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നു. ഞാനിവിടെ 1 2 3 4 5 6 എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റായി ലഭിക്കുന്നു. നെയിം ജോൺ, ഫോൺ 1 2 3 4 6. ഇത്തരത്തിൽ നമുക്ക് ജാവ പ്രോഗ്രാമിങ്ങിൽ യൂസർ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് 2 നമ്പർ എൻ്റർ ചെയ്ത് ആ 2 നമ്പറിൻ്റെ തുക കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി n എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നെയിം നമ്മൾ മാറ്റുന്നു. സ്കാനർ n എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നെയിം കൊടുക്കുന്നു നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന്. അതിനുശേഷം നമ്മൾ ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്ന 2 നമ്പേഴ്സ് നമ്മൾ 2 വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മൾ ഇൻറ്റ് n1, ആദ്യത്തെ നമ്പർ n1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ n ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് n1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ ഇൻറ്റ് n2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് രണ്ടാമത്തെ നമ്പർ സ്റ്റോർ ചെയ്യുന്നു, n ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ശേഷം നമ്മൾ ഇൻറ്റ് സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിലോട്ട് n1 പ്ലസ് n2 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇതിലോട്ട് നമ്പർ 1ഉം നമ്പർ 2ഉം ആഡ് ചെയ്തിട്ടുള്ളൊരു തുക സമ്മിലോട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നു, സം. അതിനുശേഷം നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മളോട് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു. ഞാനിവിടെ 10 എൻ്റർ ചെയ്യുന്നു, അതുപോലെ 20 എൻ്റർ ചെയ്യുന്നു. സോ നമുക്കത് 2 സംഖ്യകളുടെ കൂട്ടിയൊരു തുക
30 എന്ന് പറയുന്നൊരു തുക നമുക്കിവിടെ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് യൂസർ ഇൻപുട്ട്, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസർ ഇൻപുട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രോഗ്രാമിലോട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്.